എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിപ്പോ നിങ്ങൾക്ക് പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മളുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തില്, ഇടത്തൂരം ശ്രീകൃഷ്ണ ക്ഷേത്രം അമ്പലത്തില് വായന സപ്താഹം നടക്കുകയാണ്. അപ്പോ മിനിയാന്ന് കേട്ടോ തുടങ്ങിയത്. അപ്പൊ ഞാനും അമ്മയൊക്കെ ഒന്ന് പോവാണ് കേട്ടോ രാവിലെ തന്നെ. ഇന്നലെ അല്ല മിനിയാന്ന് മഹാത്മ്യം, പിന്നെ ഇന്ന് ചൊവ്വ ബുധനാ അല്ല ഇന്ന് രണ്ടാമത്തെ ദിവസം ആണോ? ആ ആ അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസം എന്നാ പറഞ്ഞത് അമ്മ. ഇതാ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ. അതെ, പിന്നെ മാള് വരാൻ നിക്കണ്ട്. മാളൂരിന്ന് സ്കൂളിലേ സ്പോർട്സ് അത്രേ, അപ്പൊ പോണില്ല അത്രേ. അമ്മ പിടിക്കുന്നു, ഇതേലും ഇടണോ? ആ ഞാൻ പറഞ്ഞതില് ഇന്ന് സ്പോർട്സ് ആണെന്ന്. ചണ്ടി നീറ്റുവോ? അതെ, പോവാന്നാല് പോയാലോ? ഹലോ, ഇന്ന് ചെലപ്പോ കുറച്ച് തിരക്കുണ്ടാവും അല്ലേ? ഇല്ലേ? എന്താട്ടോ അമ്പലം എവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അമ്പലത്തിന്റെ പ്രദക്ഷിണം വെക്കണ പുറത്തുകൂടെ. പിന്നെ നമ്മള് അയ്യപ്പ സ്വാമിയെ തൊഴുതു. ഇനിയിപ്പോ നട അടച്ച സമയമൊന്നുണ്ട്, ഇപ്പൊ അകത്ത് നല്ല തിരക്കുണ്ട്. അതെ അതെ. മാള് നമുക്ക് രാവിലെ ചായ കുടിക്കാൻ പോകും, ഭക്ഷണം കഴിക്കാൻ പോകും. അതെ, മാള് നടന്നോളൂ. അമ്മ നടക്കൂ. അമ്മയ്ക്കൊരു പ്ലേറ്റിൽ വാങ്ങൂ. ആ നമുക്കിത് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ വീഡിയോ ഒക്കെ. നല്ല ഭംഗിയായിട്ടുണ്ട്. അല്ലല്ല അവിടുന്ന് ആളെടുത്തോ? അവിടെ ഇരിക്കണം. എന്നാ അങ്ങോട്ട് പോവാ. പിന്നെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഉള്ളിൽ കയറിയേ പ്രദർശനം കഴിഞ്ഞിട്ട്. എന്താ പ്രസീത? നമ്മള് ഗോതമ്പറവും മാങ്ങാക്കറിയാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ഗോതമ്പ് റവയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പൊടി പോലെ ഉണ്ട്. പിന്നെ അതുപോലെ സേമിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മള് റവയും കൊണ്ടല്ല ഇങ്ങനെ അല്ലേ, അത് ഗോതമ്പറവയാണ്. പാല് തിളക്കുണ്ട് ഇവിടെ. ചോറതാ. അതെ അതെ. വിഗ്രഹം കണ്ട
കണ്ടു ഞാൻ ഇടത്തുപുറം ക്ഷേത്രം തന്നിൽ ഭക്തനാം പൂന്താനം നൊന്തു വീളിച്ചപ്പോൾ ഇവിടെ ഞാനുണ്ടെന്നരുളി ദേവൻ. കൃഷ്ണ ഹരേ ചോദിച്ചോ വാങ്ങാൻ ഇനിയുള്ള ജന്മങ്ങൾ ആചരിക്കാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മേ ഞാൻ വരുന്നെടുക്കോ? പാരായണം കീർത്തനം അപ്പം എന്തായാലും മുത്തശ്ശി വരുമല്ലോ. ഇല്ല മുത്തശ്ശി ഇങ്ങോട്ട് പോയിരുന്നു. അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലേ? അങ്ങനെ ഇവര് മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ വായന കേൾക്കാൻ വേണ്ടി പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വർത്തമാനത്തിലാണ്. അതാണ് കേട്ടോ. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചു നേരം കൂടെ അവിടെ ഇരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരും. കുറേ ഉണ്ണിക്കണ്ണൻ്റെ കഥകളൊക്കെ കേൾക്കാമല്ലോ. അപ്പം നമ്മളെല്ലാവരും പോവുകയാണ് കേട്ടോ. അതാ വരുന്നു പാർവതി പരമേശ്വരൻ. പാർവതി പരമേശ്വരന് പകരം പ്രസിദ്ധ പരമേശ്വരനാണെന്നേ ഉള്ളൂ. എല്ലാവരും കാണാനില്ലേ? മുത്തശ്ശി അവിടെ ഉണ്ട് കേട്ടോ, അമ്പലത്തിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വരും വീട്ടിലേക്ക്. എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് വരും. മുത്തശ്ശീനെ ഇനിയിപ്പോൾ വായന ആവണ സമയത്തൊന്നും മുത്തശ്ശീനെ കിട്ടുകയില്ല. മുത്തശ്ശി അവിടെ തന്നെ ആയിരിക്കും. എന്തൊരു ചൂട്. അന്ന് ഇവിടെ കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കേൾക്കല്ലേ വായന. എന്നെ അവിടുത്തെ രുക്മിണി കൃഷ്ണനെ എങ്ങനെ അതേപോലെ തന്നെ ആക്കി തരണം. നമ്മൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. വന്നോട്ടെ ചേച്ചി മതി എനിക്ക് വായിക്കാൻ. അത് അങ്ങനെ എത്തി. എന്തുകൊണ്ടത്? ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു. ശരണാഗതി ഉണ്ടായി. ആ ശരണാഗതി ഉണ്ടായാൽ ഭാഗവതം പറയണോ പിതൃഭ്യാം. പിന്നെ പരാജയായി. ഒരാൾ രാവിലെ വരുന്നു, ഒരാൾ വൈകുന്നേരം വേണ്ടി പിന്നെ കൊണ്ടുപോകാൻ തീരുമാനം ഉണ്ടാക്കി തരും. ഈ മത്സരിക്കണ ഈ കീടങ്ങളായിട്ട് നാളെ കത്തിക്കാൻ പോണ ഈ ജന്തുക്കളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യം രക്ഷിക്കാൻ പറ്റില്ല. പറ്റുവാ? ഇല്ല. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇല്ലാത്ത പോയിട്ട് അവിടെ നടക്കപ്പെട്ട് പരിഹാരം കാണിച്ചു തരും. ഉറപ്പ് വേണം. വില്ലുമംഗലത്തിനെ പോലെ. വില്ലുമംഗലം എന്താ ചെയ്താൽ പൂജിക്കാനിരുന്നാൽ ഭഗവാൻ ഒന്ന് പറയത്തില്ല. വില്ലുമംഗലം ഞാൻ പൂജിക്കും. കുറൂരമ്മൻ അവിടെ അടി അപ്പൊക്കെ വെന്തിട്ടുണ്ടാവേ. എനിക്ക് പോണേ, വേഗം പോണം. എറണാകുളത്തിലെ ആശയിലേക്കാ പോഷിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് അങ്ങനെ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? വിമാനത്തിലെ ഹണിമൂണ്. എവിടെയായിരുന്നു? ആദ്യത്തെ ഹണിമൂൺ യാത്ര. വൈശാഖേ സുരസനെ ഭദ്രകേ പുഷ്പഭദ്രേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള ഉദ്യാനങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് എന്തുകൊണ്ടും പ്രേക്ഷകിത്വം ഭൂഗോളത്തിൽ ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള ഭൂഗോളത്തിനെയൊക്കെ കാണിച്ചു കൊടുത്തു. യോഗവൈഭവത്താൽ 100 സംവത്സരം ആ വിമാനത്തിൽ അങ്ങനെ കഴിച്ചു കൂട്ടി വരുമ്പോൾ എന്ത് കണ്ടു? മാധ്യമക്കാരൊക്കെ പിന്നൊക്കെ കഴിഞ്ഞു, ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എത്ര എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഹണിമൂണ അന്വേഷിക്കാനേ? നോക്കുമ്പോ എന്താ 9 പെൺകുട്ടികളാണ് മുമ്പിൽ ഇറങ്ങി വരുന്നത്. ആദ്യം മനസ്സിലായി, സുഖമായിട്ടുണ്ട്. എന്തായാലും ഹണിമൂണൊക്കെ കെമായി എന്ന് പറഞ്ഞു
ഇവിടെ നോക്കുമ്പോ അവിടെ പറയല പ്രതിഷ്യന്തം ദേവഭൂതി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചില്ലേ, ഞാൻ ഇനി പ്രവർത്തിക്കാനോ. ബാക്കിയാണ് ഇതൊക്കെയാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. ഓരോരുത്തരും വെല്ലുവിളിയായി വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് വീട്ടിലേക്ക് പോകാം. ഗോവിന്ദനാമ സങ്കീർത്തനം കഴിയുന്നതും വരി വരിയായിട്ട് വരിക, ഇല്ലെങ്കിൽ തട്ടി തറങ്ങി വീഴാനുള്ള അവസരങ്ങളാവും. വരിയായിട്ട് വന്ന് പ്രസാദം സ്വീകരിക്കുക. നിലയ്ക്ക് കിട്ടുള്ളൂ എടുക്കാൻ. മാതൃസമിതി യൂണിഫോമാണ്. ഇതെങ്ങനെ ഇളക്കി കാണിക്കോ? നടക്കുമ്പോ അമ്മോടെ എത്തി. അതിങ്ങനെ തന്നെ രൂപം അങ്ങനെ തന്നെ. എന്നുവെച്ചാ അങ്ങനെ അനുഗ്രഹിക്കും തിരിച്ചെടുക്കും ചെയ്യും. അതാ ഇങ്ങനെ കാക്ക ഇവിടെയില്ലേ അല്ല ഇതിന്റെ മുകളിലെന്താ ഹനുമാൻ? ഇവിടെ നല്ല ഭംഗിയുള്ള അശോക ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഊണൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവായി. മുത്തശ്ശി ഇവിടെ എന്താ ചെയ്യണം നോക്കിയിട്ട് വരാം. മുത്തശ്ശി ഇതവിടെ കട്ടൻ ചായ കുടിക്കുക. കട്ടൻ കാപ്പി കുടിക്കുകയാണ്. മുത്തശ്ശി എപ്പോഴാ ഇനി പോണേ? വൈകുന്നേരം?
അത് മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. തിരിയോ ആ കുടുംബ